കൃഷ്ണായ വാസുദേവായ കൃഷ്ണായ വാസുദേവായ കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ 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 ഗോവിന്ദായ നമോ നമഃ. ഗോവിന്ദായ നമോ നമഃ. ഗോവിന്ദായ നമോ നമഃ. ഹരി ഓം. സുഹൃത്തുക്കളെ, ഇന്നലെ നമ്മൾ ശ്രീമദ് ഭാഗവതം പ്രഥമ സ്കന്ധത്തിലെ 1-ാം അധ്യായം കണ്ടു. അതിൽ നൈമിഷാരണ്യത്തിൽ വച്ച് സൂതമുനിയോട് അവിടെ കൂടിയിരിക്കുന്ന ഋഷികൾ ഭഗവത് തത്വത്തെക്കുറിച്ച് പറയുവാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇന്ന് 2-ാം അധ്യായത്തിൽ സൂതമുനി അവരോട് സംസാരിക്കുന്നതായാണ്. മുനികളുടെ അത്യന്തം ശ്രേഷ്ഠമായ ചോദ്യങ്ങൾ കേട്ട് സന്തുഷ്ടനായ രൗമഹർഷണി, അതായത് രോമഹർഷണൻ്റെ പുത്രൻ സൂതൻ, നന്ദിപൂർവം അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ ശ്രമിച്ചു. അനുശാസിതമായ കർമ്മങ്ങളും ഉപനയനം തുടങ്ങിയ ആചാരവിധികളും അനുഷ്ഠിക്കാതെ സർവവും ഉപേക്ഷിച്ച് സന്യാസ ജീവിതത്തിനായി വീട് വിട്ടിറങ്ങിപ്പോയ തൻ്റെ മകൻ ശുഖൻ്റെ വിരഹത്തിൽ വ്യാകുലനായ വേദവ്യാസൻ പുത്ര എന്ന് ആർത്ത് വിളിച്ചപ്പോൾ അവിടെയുണ്ടായിരുന്ന എല്ലാ വൃക്ഷങ്ങളും അദ്ദേഹത്തോട് പ്രതികരിച്ചു. പുത്രേതി തന്മയതയാ തരവോഭിനേതു. സകല ജീവികളും ഹൃദയം കൊണ്ട് വ്യാസമഹർഷിയെ നമസ്കരിച്ചു. ആരാണോ സ്വന്തം അനുഭവത്താൽ സംസാരമാകുന്ന ഇരുട്ടു നിറഞ്ഞ അഗാധ ഗർത്തത്തിൽ നിന്നും രക്ഷ നേടാൻ ഇച്ഛിക്കുന്നവർക്ക്, അതായത് സംസാരികൾക്ക്, തൻ്റെ കരുണയായി അത്യന്ത രഹസ്യമായ വേദങ്ങൾക്ക് അനുപൂരകങ്ങളായ പുരാണങ്ങളെ പറഞ്ഞുകൊടുത്തത് അഖില ഋഷികൾക്കും ഗുരുവും വ്യാസപുത്രനുമായ ആ ശുകദേവനെ ഞാൻ നമസ്കരിക്കുന്നു. ഭഗവാൻ ശ്രീമൻ നാരായണനെ നമസ്കരിച്ച് നരനെയും ഉത്തമ നരനെയും സരസ്വതീ ദേവിയെയും വ്യാസഭഗവാനെയും നമിച്ചതിനു ശേഷം മാത്രമാകണം മുക്തിസിദ്ധ്യർത്ഥ സാധകമായ ശ്രീമദ് ഭാഗവത പാരായണം ആരംഭിക്കാൻ. സൂതൻ ഋഷികളോട് പറയുകയാണ്, അല്ലയോ മുനിമാരെ, ലോകത്തിൻ്റെ നന്മയ്ക്കായിക്കൊണ്ട് ഉചിതങ്ങളായ ചോദ്യങ്ങളാണ് നിങ്ങളാൽ എന്നോട് ചോദിക്കപ്പെട്ടത്. ഭഗവാൻ ശ്രീകൃഷ്ണനെ സംബന്ധിച്ചുള്ള ഈ ചോദ്യങ്ങളെല്ലാം തന്നെ തീർത്തും ആത്മപ്രീതി ഉളവാക്കുന്നതുമാണ്. മനുഷ്യൻ്റെ പരമമായ ധർമ്മം എന്നത് തീർച്ചയായും ഭൗതികേന്ദ്രിയങ്ങൾക്ക് അഗോചരനായ ഹരിയെ ഭക്തി ചെയ്യുക എന്നതാണ്. അഖണ്ഡവും അഹൈതുകവുമായ ആ ഭക്തിയാൽ അവൻ തീർത്തും പ്രസാദിക്കുന്നു. ഭഗവാൻ വാസുദേവനിൽ ഭക്തിയുണ്ടായി ഭക്തിയോഗമാർഗം തെളിഞ്ഞു കിട്ടുമ്പോൾ വളരെ പെട്ടെന്ന് അവിടെ കാരണരഹിതമായ പരമാർത്ഥ ജ്ഞാനവും വിഷയവൈരാഗ്യവും ഉണ്ടാകുന്നു. മനുഷ്യൻ സ്വന്തമായി അനുഷ്ഠിക്കുന്ന ഏതൊരു കർമ്മവും അത് സർവശക്തനായ ഭഗവാന്റെ കഥകളിൽ രതി ഉണ്ടാക്കിയില്ലെങ്കിൽ അവയെല്ലാം കേവലം വിഫലമായ ശ്രമങ്ങൾ മാത്രമാണ്.
ധർമാചരണം പരമമായ മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയുള്ളതാണ്. അത് അർദ്ധലാഭങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്ന് എങ്ങും സിദ്ധാന്തിച്ചിട്ടില്ല. ഇനി ഒരു ധർമാചാരിക്ക് കിട്ടുന്ന അർദ്ധലാഭങ്ങൾ പോലും തൻ്റെ ആഗ്രഹ നിവർത്തിക്കും സംതൃപ്തിക്കും വേണ്ടിയുമല്ല എന്നാണ് പ്രമാണം. മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ കഴിയുന്നത്ര ഇന്ദ്രിയപ്രീത്യർത്ഥവും സ്വാർത്ഥലാഭാർത്ഥവും ആകാതിരിക്കാൻ ശ്രമിക്കണം. പകരം അത് പരമാത്മതത്വത്തെ അറിയുവാൻ വേണ്ടിയായിരിക്കണം. ഒരുവൻ്റെ കർമാചരണത്തിന് ഭൂമിയിൽ മറ്റ് യാതൊരു അർത്ഥവുമില്ല. അദ്വയമായ ആ ജ്ഞാനതത്വം ബ്രഹ്മ, പരമാത്മ, ഭഗവാൻ എന്നൊക്കെ അറിയപ്പെടുന്നുവെന്ന് ജ്ഞാനികൾ ഘോഷിക്കുന്നു. ജ്ഞാനവൈരാഗ്യയുക്തമായ, അതായത് അറിവും വിരക്തിയും ആർജിച്ചിട്ടുള്ള ജിജ്ഞാസുക്കളായുള്ള മുനികൾ ഭക്തിയോടെ ശ്രുതികളിൽ നിന്നറിഞ്ഞിട്ടുള്ള വിധം ആ പരമാത്മാവിനെ തങ്ങളുടെ ഉള്ളിൽ തന്നെ കണ്ടറിയുന്നു. അതുകൊണ്ട് അലയോ ബ്രാഹ്മണശ്രേഷ്ഠന്മാരെ, വർണ്ണാശ്രമ വിഭാഗങ്ങൾക്കനുസരിച്ച് ഒരുവനാൽ സ്വന്തമായി ചെയ്യപ്പെടുന്ന ഏതൊരു കർമ്മത്തിൻ്റെയും പരിപൂർണത എന്നത് ഭഗവാൻ ശ്രീഹരിയെ പ്രസാദിപ്പിക്കുക എന്നതാണ്. അതുകൊണ്ട് ഭക്തരക്ഷകനായ ഭഗവാൻ നാരായണൻ നിത്യവും ഒരുവനാൽ മനസ്സുകൊണ്ട് കേൾക്കപ്പെടേണ്ടവനും കീർത്തിക്കപ്പെടേണ്ടവനും പൂജിക്കപ്പെടേണ്ടവനും ധ്യാനിക്കപ്പെടേണ്ടവനുമാണ്. ഭഗവത് സ്മരണയാകുന്ന വാൾ കൈവശമുള്ള ജ്ഞാനികൾ കെട്ടുപിണഞ്ഞു കിടക്കുന്ന തങ്ങളുടെ കർമ്മബന്ധത്തെ ഛേദിക്കുന്നു. അങ്ങനെ ഇരിക്കെ ആരാണ് ആ ഭഗവാന്റെ കഥകളിൽ രതിവയ്ക്കാത്തത്? അല്ലയോ വിപ്രന്മാരെ, പാപമുക്തരായ മഹാത്മാക്കളെ സേവിക്കുക വഴി ആ സേവനം കൊണ്ട് ഭക്തിസമന്വിതം ശ്രവണ തൽപരരായിട്ടുള്ള മനുഷ്യർക്ക് വാസുദേവൻ്റെ കഥയിൽ ആസക്തിയുണ്ടാകുന്നു. സോത്സാഹം ശ്രവണ കീർത്തന പുണ്യമായ തൻ്റെ കഥകൾ കേൾക്കാൻ താല്പര്യമുള്ള ഭക്തന്മാരുടെ ഹൃദയത്തിലിരുന്നു കൊണ്ട് തന്നെ ഒരു സുഹൃത്തായി അവരുടെ അമംഗളങ്ങളെ ഭഗവാൻ ഹരിക്കുക തന്നെ ചെയ്യുന്നു. നിത്യവുമുള്ള ഭാഗവത സേവ കൊണ്ട് മനുഷ്യൻ്റെ സകല അമംഗളങ്ങളും ഒഴിയുന്നു. ഭഗവാനെ കീർത്തിക്കുക വഴി ഒരുവനിൽ അചഞ്ചലമായ ഭക്തി ഉണ്ടാകുന്നു. അങ്ങനെ ഭക്തി ഉദിക്കുമ്പോൾ രജസ്, തമസ് ഇത്യാദി ഭാവങ്ങളായ കാമം, ക്രോധം മുതലായ ദോഷങ്ങൾ എന്തൊക്കെയാണെങ്കിലും മനസ്സ് അതിൽ നിന്നെല്ലാം വിട്ടകന്ന് സത്വമായ ഗുണത്തിൽ പ്രതിഷ്ഠിതമാകുന്നു. അങ്ങനെ അവനിൽ ഭഗവത് കൃപയുണ്ടാവുകയും ചെയ്യുന്നു. മനസ്സ് സത്വഗുണത്തിൽ സ്ഥിതമാകുമ്പോൾ ഭഗവാനിൽ ഭക്തിയുണ്ടായി പ്രസന്ന മാനസനായി വിഷയസംഗത്തിൽ നിന്ന് മുക്തനായി മനുഷ്യനിൽ ഈശ്വരൻ്റെ തത്വവിജ്ഞാനം ജനിക്കുന്നു. ഈ വിധം ഒരുവൻ തൻ്റെ ഉള്ളിൽ ഈശ്വരനെ കാണുമ്പോൾ അവൻ്റെ ഹൃദയഗ്രന്ഥികൾ അഴിയുന്നു, സർവ്വസംശയങ്ങളും ഛേദിക്കപ്പെടുന്നു. അതുപോലെ അവൻ്റെ കർമ്മപാശങ്ങൾ ക്ഷയിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അത്രേ യോഗീന്ദ്രന്മാർ നിത്യവും ഭഗവാൻ വാസുദേവനിൽ അത്യന്തം സന്തോഷത്തോടെ ആത്മപ്രസാദമുളവാക്കുന്ന പരമമായ ഭക്തി ചെയ്യുന്നത്. സത്വം, രജസ്, തമസ് എന്നീ പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ഭഗവാൻ പരംപുരുഷൻ തന്നെയാണ് സൃഷ്ടി, സ്ഥിതി, സംഹാരം ഇത്യാദി വ്യത്യസ്ത കർമ്മനിർവഹണങ്ങൾക്കായി ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ എന്നിങ്ങനെ ത്രിമൂർത്തി ഭാവത്തിൽ വിളങ്ങുന്നതെങ്കിലും അതിൽ നിന്നും സത്വഗുണസ്വരൂപനായ വിഷ്ണു തന്നെയാണ് തീർച്ചയായും മനുഷ്യന് ഇഹത്തിൽ ഉത്തമമായി ആശ്രയയോഗ്യമായുള്ളത്. വിറകിൽ നിന്നും പുകയിലൂടെ യജ്ഞത്തിനാവശ്യമായ അഗ്നി ഉണ്ടാകുന്നു. അതുപോലെ തമസിൽ നിന്ന് രജസും അതിൽ നിന്ന് ബ്രഹ്മസാക്ഷാത്കാരമുളവാക്കുന്ന സത്വഗുണവും ഉണ്ടാകുന്നു. അതുകൊണ്ട് പണ്ട് മുനിമാർ തങ്ങളുടെ സാത്വിക ക്ഷേമത്തിനായിക്കൊണ്ട് ത്രിഗുണാതീതനായി നിലകൊള്ളുന്ന അധോക്ഷജനായ ഭഗവാനിൽ ഭക്തി ചെയ്തു. ഇവിടെ ആരാണോ അതിനെ അനുഗമിക്കുന്നത് അവൻ ഈ ഭൗതിക ലോകത്തിൽ നിന്നുമുള്ള മുക്തിക്ക് അർഹനാകുന്നു. അതുകൊണ്ട് മുമുക്ഷുക്കൾ ഘോരരൂപികളായ ഭൂദേവദൈവതങ്ങളെ ഉപേക്ഷിച്ച് സർവാനുഗ്രഹനായ നാരായണനെയും ആ ഭഗവാന്റെ അനന്ത മഹിമകളെയും ഭജിക്കുന്നു.
രജസ്, തമസ് ഇത്യാദി ഗുണങ്ങളിൽപ്പെട്ട് വ്യവഹരിക്കുന്നവൻ ധനം, സന്തോഷം, സന്താന സൗഭാഗ്യം തുടങ്ങിയ ഭൗതിക കാമങ്ങൾ സമ്പുഷ്ടമാക്കാൻ കൊതിച്ചുകൊണ്ട് പിതൃക്കളെയും മറ്റുള്ള ഭൂതങ്ങളെയും പ്രപഞ്ചാധികാരികളായ അന്യശക്തികളെയും ആരാധിക്കുന്നു. പാവനമായ വേദങ്ങളും പവിത്രമായ യജ്ഞങ്ങളും ഒരുവൻ അവസാനമായി ചെന്നെത്തേണ്ട ഇടവും സകല കർമ്മങ്ങളും പരമമായ ജ്ഞാനവും ദിവ്യമായ തപസ്സും ഉചിതമായ ധർമ്മവും സർവപ്രാണികളുടെയും പരമമായ ജീവിത ലക്ഷ്യവും വസുദേവപുത്രനായ ശ്രീകൃഷ്ണ പരമാത്മാവാണ്. ആ ഈശ്വരൻ തന്നെയാണ് തുടക്കത്തിൽ ഈ ജഗത്തിൻ്റെ രചന ചെയ്തത്. സദ്ഗുണനും നിർഗുണനുമായ ആ വിഭുവാണ് കാര്യകാരണ രൂപത്തിലുള്ളതും. ഇങ്ങനെ ജീവികൾക്കുള്ളിൽ പ്രവേശിച്ച് പ്രകൃതിയുടെ ഈ ഗുണങ്ങളിൽപ്പെട്ട് അവയ്ക്ക് വിധേയനായി വിളങ്ങുന്നുവെന്ന് തോന്നുന്നുവെങ്കിലും ആ ഈശ്വരൻ വിജ്ഞാന രൂപത്തിൽ വിളങ്ങുന്നവനാണ്. ഏതുവിധമാണോ വിറകിൽ അഗ്നി മുഴുവനായി വ്യാപരിക്കുന്നത്, അതേവിധം സകല ഉൽപ്പത്തിക്കും ഉറവിടമായ വിശ്വപുരുഷൻ ഭൂതങ്ങളിൽ പലേത് എന്ന പോലെ വിളങ്ങുന്നു. ആ പരമാത്മാവ് പ്രകൃതിയുടെ ത്രിഗുണാത്മക ഭാവത്തോടുകൂടി സ്വയമേവ സൃഷ്ടിച്ച ജീവികളുടെ സൂക്ഷ്മേന്ദ്രിയങ്ങളിൽ നിറഞ്ഞുകൊണ്ട് അവയിലുള്ള ആ ഗുണങ്ങളെ അനുഭവിക്കാൻ അവയ്ക്ക് സഹായകവുമാകുന്നു. സകല ലോക സൃഷ്ടികാരകനായ ഭഗവാൻ നാരായണൻ ദേവന്മാരിലും മനുഷ്യരിലും മറ്റുള്ള ജീവികളിലുമായി തൻ്റെ അവതാര ലീലകൾ ചെയ്തുകൊണ്ട് സത്വഗുണത്താൽ ഈ ലോകത്തെ രക്ഷിച്ച് നിലനിർത്തുന്നു. ഇങ്ങനെ ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 2-ാം അധ്യായം സമാപിച്ചു. ഹരിഹി ഓം.